ഹായ് എവറിവൺ, വെൽക്കം ബാക്ക്. ഞാൻ ആക്ച്വലി 2 ദിവസം മുമ്പ് എക്കോ കണ്ടു. ബ്യൂട്ടിഫുൾ മൂവി, ഒന്നും പറയാനില്ല. ഇങ്ങനെയുള്ള മൂവീസ് നമുക്ക് വല്ലപ്പോഴും മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഇങ്ങനെയുള്ള മൂവീസിൻ്റെ ഒരു പ്രത്യേകത. ഇത് എന്ത് പറഞ്ഞാലും ഇതിനകത്ത് സ്പോയിലറായി പോകും. അതാണ് ഈ മൂവിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള കിടിലൻ മൂവിയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മൂവിയാണ്. അത് നല്ല ക്വാളിറ്റി സ്ക്രീനുള്ള, ക്വാളിറ്റി സൗണ്ട് എഫക്ട്സ് ഉള്ള, സ്പീക്കേഴ്സ് ഉള്ള തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് മൂവിയാണ്. ഇത് നമ്മൾ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് മിസ്സാവാൻ പോകുന്നത് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കിടിലൻ ക്രാഫ്റ്റാണ് നമ്മൾ മിസ്സാവാൻ പോകുന്നത്. കാരണം ഇത് പറയാൻ കാരണം ഈ മൂവി എന്ന് പറയുന്നൊരു സ്ലോ പോയിസൺ പോലാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു പോയിന്റിൽ കണ്ടു തുടങ്ങിയിട്ട് നമ്മൾ ഓരോ പോയിന്റ് കഴിയുമ്പോഴും ഓരോ സാധനങ്ങൾ റിവീലായി അവസാനം കൊണ്ടിട്ടൊരു കിടിലം റിവീലും കൂടെ കഴിഞ്ഞൊരു ക്ലൈമാക്സ് ട്വിസ്റ്റും എല്ലാം കൂടെ വന്ന് നമുക്ക് എന്താ പറയുക, നമ്മളൊരു ബുക്ക് വായിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു കുരുക്കഴിച്ചെടുക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അതായത് എന്താണ് സംഭവിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വിചാരിച്ചതെല്ലാം തെറ്റാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് സ്റ്റോറി പോകുന്നത്. ആ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത്. അത് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലം ആക്ടിങ് ആണ്. എല്ലാവരും നല്ല കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷോട്ട് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അത് അശോകനാണ്. അശോകൻ്റെ ഷോട്ട് എന്ന് പറയുന്നത് ആദ്യമേ വന്നിട്ട് ഒരാളുണ്ടോ ഒരു റൂമിൽ എന്ന് ചോദിച്ചിട്ട് ലോഡ്ജിലേക്ക് കയറിപ്പോകുന്നൊരു സീനാണ്. അത് വളരെ കാഷ്വലായിട്ട് വന്ന് ആളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ ഡെസ്കിലൊരു തട്ടൊക്കെ തട്ടി പുള്ളിക്കാരൻ കയറിപ്പോകുന്നൊരു സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാച്ചുറലാണ്. എല്ലാവരും അതുപോലെ ആ സീനിൽ തുടങ്ങി എല്ലാവരും എന്ന് പറയുമ്പോൾ അധികം ക്യാരക്ടേഴ്സൊന്നുമില്ല, അധികം കാസ്റ്റിങ്ങിൽ അധികം ഇതൊന്നുമില്ല. പക്ഷേ വന്നവരെല്ലാം വേസ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇതുണ്ട്, എന്താ പറയുക, റിലവൻസ് ഉണ്ട് പടത്തിൽ. എല്ലാവരും കിടിലൻ ക്യാരക്ടേഴ്സ്, എല്ലാവരും കിടിലമായിട്ട് അഭിനയിച്ചു. മ്യൂസിക് ഇത് ആക്ച്വലി മ്യൂസിക്കൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ബാഹുൽ രഹമേഷ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ചെയ്തത്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. കിടിലൻ സൂപ്പർ റൈറ്റിങ്ങിനകത്താണ് ഈ പടം മൊത്തം ഓടുന്നത്. നമുക്ക് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടം കണ്ട് ഇറങ്ങിയിട്ടും ഈ പടത്തിനെക്കുറിച്ച് നമ്മൾ അവിടെ കളഞ്ഞിട്ട് വരുമല്ല, നമ്മൾ സംസാരിക്കും ഈ പടത്തിനെക്കുറിച്ച്. കാരണം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടാണ് അവസാനം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കാത്തവർക്കൊരു കൺഫ്യൂസിങ് ആവും, ശ്രദ്ധിച്ചിരുന്നവർക്ക് ഒരു കിടിലൊരു സിനിമാ അനുഭവമാണ് ഇതിനകത്ത് കിട്ടുന്നത്. കാരണം നമുക്ക് ഈ റിവീലായി വന്നിട്ട് അവസാനം കൊണ്ടുവന്ന് ഇതൊരു സംഭവം പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു സംഭവം കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിള്ളി പോകും. ആ സമയത്ത് ചിലർക്ക് മനസ്സിലാവത്തില്ല, ചിലർ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതവർക്ക് മനസ്സിലാവണമെന്നില്ല. ഫോക്കസ് ഇല്ലെങ്കിൽ നമുക്കിത് ചില സാധനങ്ങൾ മനസ്സിലാവില്ല. ചില കാര്യങ്ങൾ കാണിച്ച് ഇതെന്താണ് ഇങ്ങനെ, ഇതുകൊണ്ടാണോ മറ്റേത് പണ്ടത് കാണിച്ചത്. അപ്പം നമുക്കത് റീവാച്ച് ചെയ്യാൻ തോന്നും. പഴയൊരു സീൻസ് എന്തുകൊണ്ടാണ് അവിടെ പ്ലേസ് ചെയ്തത് എന്ന് നമുക്ക് അവസാനമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സീൻസും കണ്ട് ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ട് വന്നിട്ട് അവസാനം വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. അത് കിടിലമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സ്ക്രിപ്റ്റിനകത്ത് തന്നെ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതിൻ്റെ ഒരു ടാഗ് ലൈൻ, ഒരു ലൈൻ ഓഫ് ഇത് പറയുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം ഒരു പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് അത് നിങ്ങളുടെ മനസ്സിൽ കിടക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ഇത് മസ്റ്റ് വാച്ചാണ്. അത് ഡയറക്ടർ, അതുപോലെ തന്നെ ഈ ബാഹുൽ രമേശ് എഴുതിയ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ഉൾക്കൊണ്ട് ഡയറക്ടർ മിസ്റ്റർ ദിൻജിത്ത് അയ്യത്താൻ പുള്ളി ചെയ്തു വെച്ച പടം ഒന്നും പറയാനില്ല. എന്താണോ സ്ക്രിപ്റ്റ് റൈറ്റർ ഉദ്ദേശിച്ചത് അത് അതേപോലെ തന്നെ ഉൾക്കൊണ്ട് അതിനേക്കാളും മെച്ചപ്പെട്ടുള്ള ഡയറക്ഷനാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആക്ടേഴ്സിനും പ്രോപ്പറായിട്ട്, നരേൻ കിടിലം, സന്ദീപ് സൂപ്പർ, പിന്നെ ഒരു എന്താ പറയുക ഇതിനകത്ത് നായിക ഫെയ് എന്ന് പറയുന്ന നായികയുടെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ബിനു പപ്പു. ആക്ച്വലി എനിക്ക് പേഴ്സണലി മറ്റേ തുടരും എന്ന മൂവിയിലെ ചില സീൻസൊന്നും ബിനു പപ്പിൻ്റെ ഇഷ്ടപ്പെട്ടിട്ടില്ല പേഴ്സണലി. പക്ഷേ ഇതിൽ കിടിലമായിരുന്നു. ഇതിൽ നല്ല വൃത്തിയായിട്ട് പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. ബിനു പപ്പിൻ്റെ കൂടെ തന്നെ ഒരാളും കൂടെ ഉണ്ട്, പുള്ളിക്കാരനും കിടിലമായിരുന്നു. പല മൂവീസിനും ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ പേരെനിക്കറിയില്ല, സോറി. പിന്നെ അതുപോലെ തന്നെ മ്ലാത്തിയായിട്ട് അമ്മൂമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി എന്തോ മണിപ്പൂരി സ്വദേശിയം കണ്ടാണ്.
പുള്ളിക്കാരൻ കിടിലമായിട്ട് അഭിനയിച്ചു. പിന്നെ ഇതിനകത്തെ പട്ടികൾ ഏറ്റവും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചില ഇൻ്റർവ്യൂസും എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇതിനകത്ത് ഒരു നായക പോലും അവർ VFX ഇട്ടിട്ടില്ല. എല്ലാം ഒറിജിനൽ നായകളാണ്. ഓക്കെ, അപ്പോൾ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു കിടിലമായിട്ടാണ് ഇവരെ കൊണ്ട് എങ്ങനെ അഭിനയിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു സീനിൽ സന്ദീപിൻ്റെ ഒരു ടോപ്പിൽ നിന്നുള്ളൊരു ആംഗിളിൽ 2 നായകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് 2 സൈഡിൽ കൂടെ. എന്ത് കിടിലൻ ഷോട്ടാണ്! അതൊക്കെ പക്കയായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ആ ബ്യൂട്ടിഫുൾ ഷോട്ടാണ്. അത് ഇത്ര ദൂരെ നിന്ന് ഓടി വരുന്ന നായ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്ന ഒരു സംഭവം എന്ത് കിടില! അവർക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും വെക്കായിരുന്നു. ആ ഒരു ഷോട്ട് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ആ ഇമ്പാക്റ്റ്, ആ ഒരു ഫ്രെയിമിൻ്റെ ഇമ്പാക്റ്റ് അത് സൂപ്പറായിട്ടാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ പടം. നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ ഒരു കിടിലം. ഈ വർഷം ഇറങ്ങിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. ഐ റിപ്പീറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. നിങ്ങളിത് തിയേറ്ററിൽ മിസ്സാക്കി കഴിഞ്ഞാൽ വൻ മിസ്സായിരിക്കും. ചെറിയ സ്ക്രീനിലും TV-യിലും ഒന്നും കണ്ടിട്ട് ഇതൊരു കാര്യമില്ല. OTT-യിൽ നിന്ന് റിലീസായിട്ട് ഇതിന് ശേഷം കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇത് പടം കണ്ടിറങ്ങി കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടെ കാണാൻ തോന്നും. കാരണം ഓക്കെ, ഇതിനു വേണ്ടി ക്ലൈമാക്സിന് വേണ്ടി അല്ലെങ്കിൽ അതിന് മുമ്പുള്ള റിവീലിന് വേണ്ടി അവരെന്തൊക്കെയാണ് മുന്നിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കാണേണ്ടി വരും. പിന്നെ എനിക്ക് 2 കാര്യങ്ങൾ എനിക്ക് അത്ര അങ്ങോട്ട് ബെറ്ററായിട്ട് തോന്നിയില്ല. ഇതിനകത്തൊരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഇതിനകത്ത് കുര്യച്ചൻ എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ കഥയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ആ കുര്യച്ചൻ്റെ കാസ്റ്റിംഗ് അത്ര നന്നായിട്ടായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു കുര്യച്ചൻ എന്ന് പറയുമ്പം പലമാതിരി പരിപാടികൾ ചെയ്യുന്ന അത് ചില സ്ഥലങ്ങളിൽ പുള്ളി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ കുര്യച്ചൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒരു നമ്മുടെ മനസ്സിലൊരു സംഭവം ഉണ്ടല്ലോ, അത് വന്നില്ല. അതൊരു ഹിന്ദി ആക്ടറാണ് ചെയ്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരനെ കണ്ടാൽ തന്നെ ഒരു ഹിന്ദിക്കാരൻ്റെ ലുക്കുണ്ട്. അത് കാരണം നമുക്ക് അത് അത്രയും എനിക്കങ്ങോട്ട് വർക്കായില്ല. വിനീത് കിഡിൽ ആക്ട് ചെയ്യായിരുന്നു. പുള്ളി ഒരു തിരിച്ചു വരവെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ ഒരു ആക്ടിങ് ആണ്. പണ്ടത്തെ ചില പടങ്ങളിൽ പുള്ളി കിടിലുമായിട്ട് ചെയ്തു വെച്ച ചില ക്യാരക്ടർ, കുഞ്ചാക്കോവനുമായിട്ടുള്ളൊരു പടമുണ്ട്. അതിനകത്തൊരു വില്ലൻ ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ പുള്ളി ചെയ്തിരുന്നു പണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമയിൽ നിങ്ങൾക്ക് ആ സിനിമയുടെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. ആ സിനിമയിൽ പുള്ളിക്കാരൻ ചെയ്ത ചില ക്യാരക്ടർ ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ബെറ്ററായിട്ട് വന്നു. പിന്നെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കാണിച്ചിരിക്കുന്നത്. അതും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇതിലെനിക്ക് ഒരു ചെറിയൊരു കല്ലേടിയായിട്ട് തോന്നിയത് ചില സാധനങ്ങൾ, അതായത് എന്താ പറയുന്നത്, നമ്മുടെ പട്ടിയുടെ മുരൾച്ച, അത് നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. പക്ഷേ അതുപോലെ തന്നെ ചില ഫോട്ടോസ് ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് കാണിക്കുന്നതായിട്ട് എനിക്ക് ഈ മൂവിയിൽ തോന്നിയിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് കുറച്ച് കല്ലേടിയായിട്ട് തോന്നിയത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എല്ലാവർക്കും അതങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ ബാക്കി അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കിഡിലാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇത് പടം പോയി കാണാൻ ഞാൻ വീണ്ടും പറയാണ്. കാരണം എന്താ പറയുന്നത്, ഒരു ക്രാഫ്റ്റാണ്. നമുക്കൊരു ഈ മൂവിയൊക്കെ എടുത്തുകൊണ്ടിട്ട് നമുക്ക് അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. നമുക്ക് റെഫറൻസ് ഇതാണ് മലയാളം മൂവി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് എക്കോ. നിങ്ങൾ പിന്നെ ഇതിനകത്ത് സൈലൻ്റ്ലിയാണ് ഈ സംഭവങ്ങളെല്ലാം റിവീൽ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് സൈലൻ്റ്ലി ഓരോന്നോരോന്ന് റിവീൽ ചെയ്യുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ പറയാൻ മറന്നുപോയൊരു സാധനം, ആർട്ട് വർക്ക് ഞാനങ്ങനെ എടുത്ത് പറയില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ പടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഒരു ഇൻ്റർവ്യൂവിലാണ് അറിഞ്ഞത് പല സാധനങ്ങളും അതിനകത്ത് സെറ്റിട്ടതാണെന്ന്. ആ ലൊക്കേഷനിൽ ഒരു വീടുണ്ട്, ആ വീട് സെറ്റിട്ടതാണ്, പോസ്റ്റ് ഓഫീസ് സെറ്റിട്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നാണ് അറിയുന്നത്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിട്ടാണെന്ന് തോന്നത്തില്ല. അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അല്ലെങ്കിൽ ആ വീട് അവിടെ ആണ് എന്ന് തോന്നുന്ന തരത്തിലാണ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കിഡിലോട്ടാണ് ചെയ്തിരിക്കുന്നത്. ആർട്ട് വർക്ക് യെല്ലോ ടൂത്താണ് ചെയ്തിരിക്കുന്നത്. കിഡിലൻ സൂപ്പർ വർക്കാണ് ബ്രോസ്. അതുപോലെ തന്നെ ഞാൻ സ്ഥിരമായിട്ട് മിക്ക പടങ്ങളിലും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ്. എൻ്റെ പൊന്നു മച്ചാന് ഒന്നും പറയാനില്ല. കിടിലൻ വർക്കാണ് നിങ്ങൾ എല്ലാ പടത്തിലും ചെയ്യുന്നത്. ഇതിലും ഒട്ടും മോശമല്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ആ കാട്ടിനകത്തേക്ക് കൊണ്ടുപോയി ഒരു ഗ്രീൻ
മൊത്തത്തിൽ ഒരു പച്ച കളറാണ് പടത്തിന്. അതായത് മൊത്തത്തിൽ കാട്ടിനകത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. മൊത്തം കാട്ടും മലയും എല്ലാം കൂടിച്ചേർന്നൊരു മൂവിയാണ്. അപ്പോൾ അതിനൊക്കെ വലിച്ച് ഇടുന്ന തരത്തിലുള്ള സൗണ്ട് ഡിസൈനാണ് വിഷ്ണു ഗോവിന്ദ് കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. അടിപൊളി. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിൻ്റെ ലാസ്റ്റ് ഫ്രെയിം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പട്ടികളെല്ലാം ഒറിജിനലാണെന്ന് അറിഞ്ഞതിന് ശേഷം ഈ ലാസ്റ്റ് ഫ്രെയിം കാണുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ടല്ലോ, നമുക്ക് ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ അന്യായ ഫീലാണ്. ആ പടവും പടത്തിൻ്റെ ആ ക്ലൈമാക്സും അതിൻ്റെ ലാസ്റ്റ് ഫ്രെയിമും അസാധ്യം. നിങ്ങൾ ആ പടം, ഇങ്ങനൊരു പടം ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. മസ്റ്റ് വാച്ചാണ്. ബാക്കി വേറൊരു പടത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.